ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മംഗലാപുരം ഗോവ ഒക്കെ സ്പെഷ്യലായിട്ടൊരു ഡിഷാണ് സന്നാസ്. ഇത് സാധാരണ സെർവ് ചെയ്യുന്നത് പോർക്ക് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വായി വെച്ചാൽ അലിഞ്ഞു പോകുന്നു, അതുപോലെ സോഫ്റ്റായ നല്ലൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ നമുക്ക് ഈ സന്നാസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ആദ്യം നമുക്ക് അരി കുതിർക്കാനിടണം. അരി മിനിമം 6 മണിക്കൂറെങ്കിലും കുതിരണം, എന്നാലേ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു കപ്പിന് ഞാനിവിടെ 2 കപ്പ് റേഷനരിയാണ് എടുക്കുന്നത്. ഈ റേഷനരി കുതിരാൻ മിനിമം 6 മണിക്കൂറെങ്കിലും കുതിർന്നാലേ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കപ്പ് റേഷനരി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ പുഴുക്കലരി ഉണ്ടല്ലോ വെളുത്ത കളറിൻ്റെ, അത് 2 കപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പച്ചരി. ഇത് കണ്ടോ, 2 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പച്ചരി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെളുത്ത കളറിൻ്റെ പുഴുക്കലരിയാണ്. അതിലേക്ക് 2 കപ്പ് പുഴുക്കലരിയും 1 കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കുതിരാനിടാം. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വലിയ സ്പൂണിന് 2 സ്പൂൺ ഉഴുന്ന്. ഈ ഇഡ്ഡലിക്ക് അധികം ഉഴുന്ന് ചേർക്കില്ല, ഉഴുന്ന് കുറവായി ചേർക്കുള്ളൂ. 2 സ്പൂണ് ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ സ്പൂണിന് തന്നെ, ഏത് സ്പൂണിനാണോ നമ്മൾ ഉഴുന്നെടുത്തത് അതേ സ്പൂണിൽ തന്നെ 2 സ്പൂണ് ചവ്വരി. നമ്മൾ പായസമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചവ്വരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇതുപോലത്തെ വെളുത്ത കളറിൻ്റെ ചവ്വരിയില്ല, ഇതാണ് 2 സ്പൂണ് ചേർത്ത്. ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാൻ 6 മണിക്കൂർ കുതിർത്തായിരുന്നു. ഇനി ഈ അരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നും ചവ്വരിയും കൂടെ കുതിർക്കാനായിട്ട് വേറെ പാത്രത്തിൽ വെച്ചിരുന്നു, അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോ ഗ്രൈൻഡറിലോ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതുകൊണ്ട് ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചത്. ആദ്യം ചവ്വരിയും ഉഴുന്നും കൂടെ കൂട്ടി ഫൈനായിട്ട് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അരി അരച്ചെടുത്തു. ഗ്രൈൻഡറിലിട്ട് അരച്ചാലും പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചാലും മതി. എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വെള്ളം അധികമാകരുത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു തരി ഈസ്റ്റ്, ഒരു 1/4 സ്പൂൺ വേണ്ട, അതിലും കുറച്ച് കുറവ് ഈസ്റ്റ്, 1/2 സ്പൂണ് പഞ്ചസാര, ഒരിച്ചിരി ഈസ്റ്റ്, 1/2 സ്പൂണ് പഞ്ചസാര. ഈസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് നല്ല കള്ള് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് കള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഈസ്റ്റിന് പകരം കള്ള് ചേർത്താലും മതി. സാധാരണ കള്ളാണ് ചേർക്കുന്നത്. കള്ള് കിട്ടുമല്ലെങ്കിൽ ഒരു കുറച്ച് ഈസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ 2ഓ 3ഓ ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അരി അരച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആകണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവണം മാവ്. ഇനി നമുക്കിത് മൂടി ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ഒരു 6 തൊട്ട് 7 മണിക്കൂർ ഇത് റെസ്റ്റ് ആയാൽ മതി. ഞാൻ രാത്രിയിലായിരുന്നു മാവ് അരച്ച് വെച്ചിരുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലെ ആയപ്പോൾ മാവെല്ലാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഈ മാവ് നമ്മൾ അധികം ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, ലൈറ്റായിട്ട് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, മാവ് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ. അരയ്ക്കുമ്പം ഒട്ടും തന്നെ തരിയില്ലാതെ വേണം നമ്മൾ അരയ്ക്കാൻ, നല്ല നൈസായിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ. ഇത് കണ്ടോ, മാവ് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് എല്ലായിടത്തും ഉപ്പാകുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ 10 മിനിറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മാവ് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിനി മൂടി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി. അപ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും നമുക്ക് മാവ്. ആ നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രത്തിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. മാംഗ്ലൂർ ഇഡ്ഡലി സന്നാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ പാത്രം. ആദ്യം ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. പിന്നെ വേറെ നമുക്ക് സാധാരണ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിലും ഈ മാവ് ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി, അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒഴിച്ച് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തയ്യാറാക്കാം, എന്നിട്ട് കറി കൂട്ടി കഴിക്കാം. ഇപ്പോൾ സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ പാത്രത്തിൽ തൂത്തു. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 പാത്രം മാവേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതുപോലെ എല്ലാ പാത്രത്തിലും. ഇനി ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മാവൊക്കെ ഒഴിക്കുന്നതിന്
വെക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കണം. ഇത് നമ്മൾ വെക്കാൻ നേരത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് ആവി ഇങ്ങനെ പൊങ്ങുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വെക്കണം. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ പാത്രത്തിലും വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് തൂത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാ പാത്രത്തിലും ഒരു 3/4 പാത്രത്തോളം ഇതുപോലെ നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട്, ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റീം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളിത് വെച്ച് കൊടുക്കണം. കണ്ടോ, നല്ലപോലെ തിളച്ച് വെള്ളം ഇങ്ങനെ സ്റ്റീമിൽ നല്ല ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി നല്ല ചില സമയത്ത് നമ്മൾ ഇതുപോലെ പൊങ്ങിയ മാവാണെങ്കിലും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഒന്നെങ്കിൽ താന്നു പോകും അല്ലെങ്കിൽ ഹാർഡാവും. അപ്പോൾ ഇതുപോലെ ചൂട് ഉള്ള വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ അങ്ങനെ ആകാൻ ചാൻസ് വരികയില്ല. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി എല്ലാം വെച്ച് കൊടുത്ത് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് ഇത് നന്നായിട്ട് വെന്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ സന്നാസ് ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വെക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇവിടെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. കൈയൊന്ന് ഒട്ടുവാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇഡ്ഡലി എല്ലാം എടുത്തിട്ട് അടുത്ത ബാച്ച് ഇഡ്ഡലി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഇഡ്ഡലി ഒന്ന് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇത് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് കണ്ട് ഇപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തായിരുന്നല്ലോ, പിന്നെ നമ്മുടെ മാവും നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് മാവുമായിരുന്നു. അത് കാരണം ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുക്കുക. നല്ല പഞ്ഞി പോലത്തെ സൂപ്പർ ഇഡ്ഡലി. സന്നാസ് എന്നാണ് സാധാരണ ഇവിടെ മംഗലാപുരത്തും ഗോവയിലൊക്കെ പറയുന്നത്. ഇത് പോർക്ക് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, കല്യാണങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഇവിടെയൊക്കെ എല്ലാം സെർവ് ചെയ്യുന്ന ആദ്യം ഇങ്ങനത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.